ഇന്നത്തെ ക്ലാസ് ഒരു മെനു ഡ്രിവൺ സി പ്രോഗ്രാം ആണ്. ടു കാൽക്കുലേറ്റ് ഏരിയ ഓഫ് സ്ക്വയർ, റെക്റ്റാങ്കിൾ ഓർ സർക്കിൾ ബേസ്ഡ് ഓൺ ദി യൂസേഴ്സ് ചോയ്സ്. യൂസറുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് സർക്കിളിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. അപ്പോൾ അതിന് സി പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് എല്ലാവർക്കും അറിയാലോ, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ്. പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഡയറക്ഷൻ കൊടുക്കുകയാണ് എന്തൊക്കെ ഈ പ്രോഗ്രാമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം പ്രിൻ്റ് എഫ് സ്കാൻ എഫ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഡിക്ലറേഷൻസും മറ്റു കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഹെഡർ ഫയലാണ്, ലൈബ്രറിയിലുള്ളതാണിത്. ഈ ലൈബ്രറിയിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. പിന്നെ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ 3.14159 എന്നുള്ളത് പൈ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അസൈൻ ചെയ്യാനാണ്. അപ്പോൾ അത് നമുക്ക് പൈ യൂസ് ചെയ്യുന്നിടത്തൊക്കെ ഈ വാല്യൂ അസൈൻ ആയിക്കോളും. പിന്നെ മെയിൻ ഫംഗ്ഷൻ എല്ലാ പ്രോഗ്രാമിലും നെസസറിയാണ്. മെയിൻ ഫംഗ്ഷൻ മുതൽ എക്സിക്യൂഷൻ തുടങ്ങുന്നു. നമുക്കൊരു ചോയ്സ്, യൂസറോട് ഒരു ചോയ്സ് ചോദിക്കുകയാണ്. യൂസർ 1 ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. 2 എന്ന് ചോയ്സ് കൊടുത്താൽ റെക്റ്റാങ്കിൾ, 3 സർക്കിൾ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിന് ഈ ചോയ്സ് എന്നുള്ളതിന് വേണ്ടി ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡ് ചോയ്സ്, അപ്പോൾ ചോയ്സ് എന്നുള്ള പേരിൽ ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ചോയ്സ്, എൻ്റർ എ ചോയ്സ്, ദിസ് ഈസ് എ ചോയ്സ്. ചോയ്സ് എന്നുള്ള വേരിയബിൾ. പിന്നെ അതുപോലെ തന്നെ സൈഡ്, ലെങ്ത്ത്, നമുക്ക് റെക്റ്റാങ്കിൾ ആണെങ്കിൽ, സ്ക്വയർ ആണെങ്കിൽ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ഏരിയ. റെക്റ്റാങ്കിളിന് ലെങ്ത്തും ബ്രെഡ്ത്തും, അതിന് ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. പിന്നെ സർക്കിളിൻ്റെ ആണെങ്കിൽ റേഡിയസ് ആണ് ചോദിക്കുക, അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞ വേരിയബിൾ. പിന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏരിയ എന്നുള്ള ഒരു വേരിയബിൾ. അപ്പോൾ ഫസ്റ്റ് എന്താ, നമുക്ക് ചോയ്സ്, ആദ്യം തന്നെ നമുക്ക് ചോയ്സ് എന്നുള്ള വേരിയബിൾ ഉണ്ട്. യൂസർക്ക് ഇഷ്ടമുള്ള ചോയ്സ് എൻ്റർ ചെയ്യാം. ആ ചോയ്സിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് അതായത് ഏരിയ കാണുന്നു. അപ്പോൾ നമുക്കൊരു വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വൈൽ 1 വൈൽ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാണ്. പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു മെസ്സേജ് വരുന്നു, എൻ്റർ യുവർ ചോയ്സ് ടു ഫൈൻഡ് ഏരിയ. യൂസറോടൊരു ചോയ്സ് ചോദിക്കുകയാണ്. അപ്പോൾ അതൊരു മെനു ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എഫ് ഡബിൾ കൊട്ടേഷനിൽ 1 ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, അത് സ്ക്വയറിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്ലാഷ് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ 2 റെക്റ്റാങ്കിൾ, 3 സർക്കിൾ, 4 എക്സിറ്റ്. ഇതുപോലെ നമുക്ക് ഔട്ട്പുട്ട് ഇതുപോലെ നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരണം. 1 സ്ക്വയർ, 2 റെക്റ്റാങ്കിൾ, ഇങ്ങനെ വരണം. അതിനാണ് ഈ പ്രിൻ്റ് എഫ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. 1 സ്ക്വയർ, 2 റെക്റ്റാങ്കിൾ. താഴേക്ക് വരാനാണ് സ്ലാഷ്, ന്യൂ ലൈൻ ഓപ്പറേറ്റർ. 2 3 സർക്കിൾ, 4 എക്സിറ്റ്. അങ്ങനെ നമുക്ക് 1 2 3 4 ഓപ്ഷൻ ചോയ്സ് കൊടുക്കാം. പിന്നെ നമ്മൾ അപ്പോൾ ഇത് ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ കാണും. അടുത്ത സ്ക്രീനിൽ കാണുന്ന എൻ്റർ യുവർ ചോയ്സ് എന്ന് ഇവിടെ ഉണ്ട്. എൻ്റർ യുവർ ചോയ്സ് എന്ന് സ്ക്രീനിൽ മെസ്സേജ് വരുമ്പോൾ യൂസർ ഒരു ചോയ്സ്, ഇതിലേതെങ്കിലും ഒരു ചോയ്സ് യൂസർക്ക് കൊടുക്കാം. അപ്പോൾ യൂസർ ഏതെങ്കിലും ഒരു ചോയ്സ് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്കാൻഎഫ് ഫംഗ്ഷൻ, യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റയെ റീഡ് ചെയ്യാനുള്ള ഇൻപുട്ട് ഫംഗ്ഷനാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ. അപ്പോൾ കമ്പൈലറിനോട് പറയണ, കമ്പൈലറെ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ആ വാല്യൂ റീഡ് ചെയ്തിട്ട് ചോയ്സ് എന്ന് പറഞ്ഞ മെമ്മറിയിൽ കൊണ്ടുവയ്ക്കുമെന്ന് സി ഭാഷയിൽ പറയുന്നതാണ് സ്കാൻഎഫ്. പേഴ്സൻറ്റേജ് പറഞ്ഞാൽ സി ഭാഷയിൽ അങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ. ഇൻറ്റീജർ ഡാറ്റയാണ് ഇത്, ഇൻഡ് ചോയ്സ് ആയതുകൊണ്ട് ഒരു പേഴ്സൻറ്റേജ്. ഇൻറ്റീജർ ഇതാ പറയുന്നത് വെച്ചാൽ സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ഇൻറ്റീജർ ഡാറ്റയാണ്. കാരണം ഇൻറ്റീജർ വേരിയബിളിലാണ് ഡാറ്റ വയ്ക്കുന്നത്, അതാണ് ഈ പേഴ്സൻറ്റേജ്. പിന്നെ അഡ്രസ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിനെ എവിടേക്കാണ്, ഏത് അഡ്രസ്സിലേക്കാണ്, ചോയ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. ആംബർസെൻഡ് ചോയ്സ്, അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. അപ്പോൾ യൂസർ ഒരു ചോയ്സ് കൊടുക്കുകയാണ്. ഇപ്പോൾ 1 എന്നാണ് കൊടുത്തെങ്കിൽ ഇവിടെ നമ്മൾ ഏതാണ് ഇപ്പോൾ യൂസർ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ സ്വിച്ചിൽ നമുക്ക് കേസസ് എഴുതാം. ഇപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇഫ് എൽസിഫിന് പകരം എഴുതുന്നതാണ് സ്വിച്ച്. നമ്മൾ കുറേ ഇഫ് കണ്ടീഷൻ ശരിയാണെങ്കിൽ അത്, എൽസിഫ് കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെ എൽസിഫ് എഴുതി വരില്ലേ, അതിന് പകരം ഉപയോഗിക്കുന്നതാണ് സ്വിച്ച് കേസ്. അപ്പോൾ സ്വിച്ചിൻ്റെ സിൻടാക്സിൻ്റെ സ്വിച്ച് ബ്രാക്കറ്റിൽ നമ്മൾ ചോയ്സ് ആണല്ലോ നമ്മുടെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ചോയ്സ്, ആ വേരിയബിൾ ഓർ എക്സ്പ്രഷൻ ഇവിടെ എഴുതാം. അപ്പോൾ ഈ ചോയ്സിൽ കൊടുക്കുന്ന വാല്യൂ, ഇപ്പോൾ ചോയ്സിൽ നമ്മളിപ്പോൾ ഞാനത് 1 ആണ് കൊടുത്തെങ്കിൽ ചോയ്സിൽ 1 കൊടുത്തെങ്കിൽ ഇപ്പോൾ ചോയ്സിൽ എന്തായിരിക്കും, ചോയ്സിൽ 1 ആയിരിക്കും അസൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്വിച്ചിൽ ഈ ചോയ്സിലെ വാല്യൂസ്
അതിനനുസരിച്ച് കേസ് എഴുതാം. അപ്പോൾ നമ്മൾ ചോയ്സിൽ ഏതൊക്കെയാണ് പറഞ്ഞില്ല, 1 2 3 4. അപ്പോൾ കേസ് 1, കേസ് 2, കേസ് 3, കേസ് 1. ഏതൊക്കെ ചോയ്സാണ് വേണ്ടത് അതാണ് ഈ 1 2 3 4 എന്ന് വെച്ചാൽ. ഈ ചോയ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ നിങ്ങൾ എന്തൊക്കെ വാല്യൂ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ വാല്യൂസാണ് വേണ്ട. 1 ആണെങ്കിൽ സ്ക്വയർ, 2 റെക്റ്റാങ്കിൾ, 3 4 അങ്ങനെയല്ലേ. അപ്പോൾ 1 2 3 4 കേസ് എഴുതാം നമ്മൾ. അങ്ങനെയാണ് കേസ് എഴുതാം. കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4, 4 ചോയ്സാണ് നമുക്കുള്ളത്. അപ്പോൾ കേസ് 1 ആണെങ്കിൽ നമുക്കത് എന്താ പറയുക, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനാണ്, സോറി സ്ക്വയറിൻ്റെ ഏരിയ കാണാനാണ് നമ്മുടെ ഇതിൽ 1 സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേസ് 1 നമ്മളിവിടെ ചോയ്സിൽ 1 ആണ് കൊടുത്തെങ്കിൽ സ്വിച്ച് ചോയ്സ് ഇവിടെ 1 ആയിരിക്കും അല്ലേ. ചോയ്സിൽ എന്താണ് 1 ആണ്. ചോയ്സിൽ 1 ആവുമ്പോൾ ഈ സ്വിച്ചിൽ നമ്മൾ കുറച്ച് ചോയ്സ് എഴുതിയിട്ടുണ്ടല്ലോ, ഇതിന് മാച്ചുള്ള ചോയ്സ് സെലക്ട് ചെയ്യും. ഇപ്പോൾ 1 ആണെങ്കിൽ കേസ് 1, ഈ കേസ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെയുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടേക്ക് വന്നു. അപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ എൻ്റർ സൈഡ് ലെങ്ത് ഓഫ് ദ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ 1 കൊടുത്തപ്പോൾ എൻ്റർ സൈഡ് ലെങ്ത് ഓഫ് ദി സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മൾ യൂസർ സൈഡ് ലെങ്ത്, സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എന്തെങ്കിലും എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ എത്രയാണ് 2 എത്രയാണെങ്കിൽ എൻ്റർ ചെയ്തെങ്കിൽ സ്കാൻ ഓഫ് ഫംഗ്ഷൻ ആ സൈഡ് ലെങ്ത്തിനെ റീഡ് ചെയ്തിട്ട്, അപ്പോൾ സൈഡ് ഫ്ലോട്ട് സൈഡ് എന്നുണ്ട്, ആ റീഡ് ചെയ്ത ഡാറ്റനെ സൈഡ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ സൈഡ് ലെങ്ത് ഇപ്പോൾ 3 ആണെങ്കിൽ എന്ത് ചെയ്യും, അത് 3 എന്ന് പറഞ്ഞ സൈഡ് എന്ന് പറഞ്ഞ മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. അതിനുശേഷം അപ്പം നമ്മൾ ഈ സ്കാൻ ചെയ്തത് ഇവിടേക്ക് ചെല്ലും. അതിനുശേഷം ഏരിയ കാണണം. അപ്പോൾ ഏരിയ ഈക്വൽ ടു നമുക്കറിയാലോ സ്ക്വയറിൻ്റെ സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് 3 × 3 9. ആ ഉത്തരം 3 × 3 9 എന്നുള്ളത് എവിടെ അസൈൻ ചെയ്യും, ഏരിയ എന്ന് പറഞ്ഞ മെമ്മറിയിൽ അസൈൻ ചെയ്യും. അതിനുശേഷം നമുക്കതിനെ പ്രിൻ്റ് ചെയ്യുന്നത് മെമ്മറിയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ സ്ക്രീനിലേക്ക് നമുക്കത് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ഫംഗ്ഷനാണ് പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ. നമുക്ക് എങ്ങനെയാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ എഴുതാം. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് എന്നാണെങ്കിൽ ഡബിൾ കൊട്ടേഷനിൽ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് എഴുതിയിട്ട് ഈ വാല്യൂസ് ഒക്കെ നമ്മൾ പ്ലേസ് ഹോൾഡറിൽ എഴുതും. അപ്പോൾ %.2f എന്ന് പറഞ്ഞാൽ ഇത് ഒരു 2 ഡെസിമൽ പ്ലേസ് ആയിട്ടും എഴുതുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 9.00 അങ്ങനെയായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ 4.00 ഉണ്ടല്ലേ, അങ്ങനെ 2 ഡെസിമൽ പ്ലേസിനായിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വരാനാണ് %.2f കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഈ ഈ പ്ലേസ് ഹോൾഡറിൻ്റെ അവിടേക്ക് ഈ ഏരിയയിലുള്ള വാല്യൂ 9 എന്നുള്ള വാല്യൂ ഇവിടേക്ക് റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, 2 ഡെസിമൽ പ്ലേസിനായിട്ടാവും വരിക. ഡെസിമൽ പ്ലേസ് 2 ആയിട്ട് 4.00 എന്നായിട്ടാണ് വരിക. അതുപോലെ എന്താണ്, ഇപ്പോൾ 9 ആണെങ്കിൽ 9.00. ഇത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക് കൊടുത്തിരിക്കണം. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കേസ് അടുത്ത് എൻ്റർ ലെങ്ത് ബ്രെഡ്ത്ത് ചോദിക്കും, പിന്നെ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം, ഈ സ്വിച്ചിൽ നിന്ന് പുറത്ത് കിടക്കണം എങ്കിൽ ഇവിടെ നമ്മൾ ബ്രേക്ക് എഴുതണം. അപ്പോൾ ഓരോ കേസ് കഴിഞ്ഞിട്ടും ബ്രേക്ക് എഴുതിയില്ലെങ്കിൽ അടുത്ത കേസ് എക്സിക്യൂട്ട് ചെയ്യുക, അതിനാണ് ബ്രേക്ക്. അപ്പോൾ ബ്രേക്കും കണ്ടിന്യൂ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ് സ്വിച്ച്, ഇതിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യാനാണ്, പുറത്ത് കിടക്കാനാണ് ബ്രേക്ക് ഉപയോഗിക്കുക. പക്ഷെ കണ്ടിന്യൂ നമ്മൾ ലൂപ്പുകളിലേക്കാണ്, ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ലൂപ്പിന് ഇപ്പോൾ കണ്ടിന്യൂന് താഴെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് ആ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ് കണ്ടിന്യൂ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ നമ്മൾ കേസ് 1ൻ്റെ കാര്യത്തിൽ എഴുതി. ഇനിയിപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എത്തുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ എത്തി നമ്മൾ ഈ പ്രോഗ്രാം അവസാനം നമ്മളിപ്പോൾ വീണ്ടും വൈൽ ഇവിടേക്ക് വരെ എൻ്റർ യുവർ ചോയ്സ്, വീണ്ടും അടുത്ത് വരണം. വൈൽ 1 ആയിരിക്കുന്നില്ല, എൻ്റർ യുവർ ചോയ്സ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അടുത്തത് എൻ്റർ യുവർ ചോയ്സ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടുത്തത് ഇപ്പം ഞാൻ 2 ആണ് കൊടുത്തത് വിചാരിക്കാം. 2 ആണ് കൊടുത്തെങ്കിൽ ചോയ്സിൻ്റെ അവിടെ 2 വരും. അപ്പോൾ എൻ്റർ യുവർ ചോയ്സ്, അപ്പോൾ ചോയ്സിലേക്ക് അത് റീഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റർ 2 ആണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇവിടേക്ക് വരും. ഈ ചോയ്സിൽ ഇപ്പോൾ എന്താണുള്ളത്, ഇപ്പോൾ ഈ ചോയ്സ് എന്ന് പറഞ്ഞ വേരിയബിളുള്ളത് എന്താണ്, 2 ആണ്. അപ്പോൾ ഈ കേസ് വാല്യൂസ് റീഡ് ചെയ്യും. ഈ കേസ് വാല്യൂസിൽ 2 എന്ന് പറഞ്ഞ കേസിൻ്റെ അവിടെ റീഡ് ചെയ്ത് കേസ് 2 ഇവിടെ എത്തും. ഇവിടെ എഴുതിയിട്ടുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. ഇത് സ്ക്രീനിൽ കാണും. എൻ്റർ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ സ്കാനഫ് റീഡ് ചെയ്യുമ്പോൾ 2 വാല്യൂ റീഡ് ചെയ്യുന്നുണ്ട്. 2 ഫ്ലോട്ട് വാല്യൂ ആണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. %.f 2 വാല്യൂ. അപ്പോൾ ഇത് ഫോർമാറ്റ് സ്പെസിഫൈ 2 ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് യൂസറുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്കാനഫ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാണ്, ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിപ്പം 4 4 ഞാൻ കൊടുക്കുകയാണ്, 4 അതുപോലെ 5
ഈ രണ്ട് വാല്യൂസ് കൊടുക്കുകയാണ്. 4 എന്ന് പറഞ്ഞ വാല്യൂം പിന്നെ 5 എന്ന് പറഞ്ഞ വാല്യൂം കൊടുക്കുകയാണെങ്കിൽ ഏതിലേക്ക് അസൈൻ ചെയ്യും? ആദ്യം അഡ്രസ് ഓഫ് ആദ്യത്തെ 4 ലെങ്ത്തിലേക്ക് അസൈൻ ചെയ്യും. ലെങ്ത് എന്ന് പറഞ്ഞ മെമ്മറിയിൽ, ഇതൊരു ഫ്ലോട്ട് വാല്യൂ ആണ്, ലെങ്ത് എന്ന് പറഞ്ഞ മെമ്മറി കൊണ്ടുവയ്ക്കും. രണ്ടാമത് അടിച്ച 5 രണ്ടാമത്തെ മെമ്മറി ബ്രെഡ്ത്ത്, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ്. അഡ്രസ് ഓഫ് ലെങ്ത്, അഡ്രസ് ഓഫ് ബ്രെഡ്ത്ത്. അപ്പോൾ ഇത് എവിടേക്ക് ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇവിടേക്ക് ചെല്ലും, രണ്ടാമത് ടൈപ്പ് ചെയ്ത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ മെമ്മറിയിൽ ചെല്ലും. അതിനുശേഷം ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഈ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും മൾട്ടിപ്ലൈ 4 ഇൻറ്റു 5 20. അത് എന്നിട്ട് എവിടേക്ക് അസൈൻ ചെയ്യും? ഈ ഏരിയ എന്ന് പറഞ്ഞ മെമ്മറിയിൽ ഈ 20 എന്നുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ 20 ഇവിടേക്ക് ഏരിയയിലേക്ക് അസൈൻ ചെയ്യും. അതിനുശേഷം നമുക്കത് പ്രിൻ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ പ്രിൻ്റ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് എന്നതുപോലെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ 0.2f ഡെസിമൽ പ്ലേസിന് 2. അപ്പോൾ ഏരിയ എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര 20.00 എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടി. പിന്നെ അടുത്തത് ഇനി വീണ്ടും ചോദിക്കും, അടുത്തത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരും, കാരണം ഇത് വൈൽ ലൂപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. വീണ്ടും ചോദിക്കുക എൻ്റർ യുവർ ചോയ്സ് ടു ഫൈൻഡ് ഏരിയ. അപ്പോൾ നമ്മൾ ചോയ്സ് 4 അടിച്ചു വിചാരിക്കുക. അപ്പോൾ 4 ഇവിടെ അടിച്ചാൽ ചോയ്സിൽ നമുക്ക് 4 ആണ്. ചോയ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മൾ 4 ആണ് അടിച്ചെങ്കിൽ, അപ്പം ഞാൻ 4 ചോയ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഞാൻ 4 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കേസ് 4ലേക്കാണ് വരിക. കേസ് 4ൽ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സിറ്റ് ദ പ്രോഗ്രാം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കണ്ട, എക്സിറ്റിംഗ് ദ പ്രോഗ്രാം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഇതാണ് റിട്ടേൺ 0, ഇതിൽ നിന്ന് എക്സിറ്റ് ആവും പ്രോഗ്രാമിൽ. അതേസമയം നമ്മൾ ഇതല്ല കൊടുത്തത്, ഞാൻ 4 അല്ല വേറൊരു വാല്യൂ 1 2 3 4 1 2 3 4 ആണ് നമ്മുടെ കേസസ് ഉള്ളത്. ഇതല്ലാതെ ഞാനൊരു വേറെ വാല്യൂ അറിയാണ്ട് തെറ്റി കൊടുത്തു, ഞാൻ 9 എന്ന് കൊടുത്തു വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കേസ് ഈ 9 എന്നുള്ളതാണ് ഇപ്പോൾ ചോയ്സിൽ എന്താണുള്ളത്? 9. ഈ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്വിച്ച് ചോയ്സ് ആണ്, സ്വിച്ച് വേരിയബിളിൻ്റെ ഉള്ളിൽ 9 ആണുള്ളത്. 9 ഇതിലേതെങ്കിലും വാല്യൂ 9 ഇതിലേതെങ്കിലും വാല്യൂനോട് മാച്ച് ഉണ്ടോ നോക്കുക. ഈ വാല്യൂ ഈ സ്വിച്ചിലുള്ള വാല്യൂ ഇതിനോട് മാച്ച് ഉണ്ടോ ഇല്ല, മാച്ച് ഇല്ല, ഇങ്ങനെ നോക്കുക. ഈ ഒരു വാല്യൂനോട് മാച്ച് ഇല്ലെങ്കിൽ ഏതെടുക്കുക? ഡീഫോൾട്ട് എടുക്കും. ഈ ഒരു വാല്യൂനോട് മാച്ചിൽ ഡീഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇൻവാലിഡ് ചോയ്സ് പ്ലീസ് എൻ്റർ എ ചോയ്സ് എന്നിട്ട് വരും. അപ്പോൾ എന്താ വരുന്നത്? ഇൻവാലിഡ് ചോയ്സ് എന്നാണ് വരിക. പ്ലീസ് എൻ്റർ എ ചോയ്സ് എന്ന് പറയുമ്പോൾ 1 2 4 എന്നിട്ട് മെസ്സേജ് വരും. അപ്പോൾ വീണ്ടും നമ്മൾ ചോയ്സ് വീണ്ടും എൻ്റർ ചെയ്യണം. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻവാലിഡ് ചോയ്സ് വെച്ചാൽ വീണ്ടും എൻ്റർ ചെയ്യാൻ വരും. ഇതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്നു, പ്രിൻ്റ് എഫ് വെച്ചിട്ട് ഇൻപുട്ട് ചെയ്യുന്നു, പ്രിൻ്റ് എഫ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു, സ്കാൻ എഫ് വെച്ചിട്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് വെക്കുന്നു. സ്വിച്ച് കേസാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഇഫ് എൽസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇഫ് സ്വിച്ച് മാറ്റിയിട്ട് ഇഫ് എൽസ് എഴുതാനോ അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് മാറ്റിയിട്ട് സ്വിച്ചിൽ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇഫ് എൽസ് ഇഫിൽ എഴുതാൻ വെച്ചാൽ ഇഫ് ചോയ്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് ഇഫ് ചോയ്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ കെളി ബ്രാക്കറ്റ്, എൽസ് ഇഫ് ചോയ്സ് ഈക്വൽ ടു 3 എഴുതുക ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എൽസ് ഇഫ് ചോയ്സ് ഈക്വൽ ടു 4 ലാസ്റ്റ് എൽസ്, ഡിഫോൾട്ടിന് പകരം എൽസ്. അങ്ങനെ എൽസിഫിന് പകരം ഉപയോഗിക്കുന്നതാണ് സ്വിച്ച് ഒരു എക്സ്പ്രഷൻ ഓർ വേരിയബിൾ കൊടുക്കും. ഇതിൻ്റെ വാല്യൂ നമ്മൾ കുറേ കേസ് വാല്യൂസ്, അപ്പോൾ കേസ് വാല്യൂസ് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. 1 ആണെങ്കിൽ യൂസറോട് പറയണം, യൂസർ 1 ഇൻപുട്ട് ചെയ്താൽ സ്ക്വയറിൻ്റെ ഏരിയ കാണണം. അതുകൊണ്ട് 1 2 3 4 അങ്ങനെയാണ് നമ്മുടെ കേസസ് വരുന്നത്. 1 ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള നിർദ്ദേശങ്ങളോട് എഴുതാം. 2 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻപുട്ട് ചെയ്യണം, അതിൻ്റെ ഏരിയ കാണണം, പ്രിൻ്റ് ചെയ്യണം. അതേസമയം സർക്കിൾ ആണെങ്കിൽ നമുക്ക് റേഡിയസ് ആണ് ഇൻപുട്ട് ചെയ്യുന്നത്. ഏരിയ പൈ ഇൻറ്റു റേഡിയസ് പൈൻ്റെ വാല്യൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ #define എന്നിട്ട് പൈൻ്റെ വാല്യൂ പ്രീ പ്രോസർ ഡയറക്റ്റീവാണ്, ഒരു വേരിയബിൾ കോൺസ്റ്റൻറ്റ് വാല്യൂ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ സ്ഥിരമായിട്ട് ഇതിൻ്റെ വാല്യൂ അങ്ങനെയായിരിക്കും. ഇതാണ് ഈ പ്രോഗ്രാം, മെനു ഡ്രിവൺ പ്രോഗ്രാം. എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇതേപോലെ നമുക്ക് ഈ കാൽക്കുലേറ്റർ പ്രോഗ്രാം വരാം. 2 സംഖ്യകളെ ആഡ് ചെയ്യുക, നമ്മൾ കൊടുത്ത 2 നമ്പർ ഇൻപുട്ട് ചെയ്ത് ആഡ് ചെയ്യാം, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം, മൈനസ് സബ്സ്ട്രാക്ട് ചെയ്യാം. അത് ഇതുപോലെ തന്നെ എഴുതാം.
നമുക്ക് ചോയ്സ് 1 ആണെങ്കിൽ അഡീഷൻ, 2 ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ അങ്ങനെ എഴുതാം. എന്നിട്ട് 1 അല്ലെങ്കിൽ ഇവിടെ ചിഹ്നം കൊടുക്കുക, പ്ലസ് ആണെങ്കിൽ അഡീഷൻ. അപ്പോൾ പ്ലസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ചോയ്സ് നമ്മൾ പ്ലസ് ആണെങ്കിൽ അത് ക്യാരക്ടറായിട്ട് വെച്ച് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഓപ്പറേറ്റർ എന്ന് കൊടുക്കുക. ഓപ്പറേറ്റർ പ്ലസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം, പ്ലസ് എന്നുള്ളത് കൊടുക്കുക, അവിടേക്ക് വരും. കേസ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റർ ആണെങ്കിൽ കേസ് ഓപ്പറേറ്റർ കൊടുത്തിട്ട് ഇതിലെന്താ വരെ കേസ്, ഇവിടെ ചിഹ്നം നമ്മൾ ഓപ്പറേറ്റർ പ്ലസ് ആണെങ്കിൽ സിംഗിൾ കോഴ്സിൽ പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ടത്, മൈനസ് ആണെങ്കിൽ ഇത് അങ്ങനെ എഴുതാം. അങ്ങനെ നമുക്ക് സ്വിച്ച് കേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം എഴുതാം. ഇതേപോലെ തന്നെ സ്വിച്ച് കേസ്. അപ്പോൾ ഇതെല്ലാം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും കമൻസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ എഴുതാം. പിന്നെ ക്ലാസ് താല്പര്യപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.